പ്രിയമുള്ളവരെ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ തിരുവനന്തപുരം ജില്ലയെ വിശകലനം ചെയ്യുമ്പോൾ വ്യക്തമാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എല്ലാ രാഷ്ട്രീയ വിശകലന വിദഗ്ധരും പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എൽ ഡി എഫിൻ്റെ അപ്രമാദിത്യം തിരുവനന്തപുരം ജില്ലയിൽ നിലനിൽക്കുമെന്നാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് അപ്രമാദിത്യം തിരുവനന്തപുരം ജില്ലയിൽ നിലനിർത്തും എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ 2021 സീറ്റ് വിഹിതത്തിൽ നിന്ന് CPM-ന് സീറ്റുകളുടെ എണ്ണം കുറയും. അതുതന്നെയാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും വടക്കൻ മലബാറിൽ UDF വലിയ രീതിയിലുള്ള തേരോട്ടം നടത്തും. പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ ഒരുപക്ഷേ ആകെയുള്ള 16 സീറ്റിൽ 16 സീറ്റും നേടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് UDF എത്തിയേക്കാം. ഒപ്പം വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം മുതലായ ജില്ലകളിലും UDF വലിയ രീതിയിലുള്ള മുൻകൈ നേടിയേക്കാം. എന്തിന് CPM-ന് വലിയ അപ്രമാദിത്വമുള്ള കോഴിക്കോട് ജില്ലയിൽ പോലും സീറ്റ് വിഹിതത്തിൽ ഒരുപക്ഷേ UDF ഒന്നാമതെത്തിയേക്കാം. പക്ഷേ തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ UDF പിന്നോക്കം പോകുവാനാണ് സാധ്യത. നിലവിലുള്ള സാഹചര്യത്തിൽ LDF അവരുടെ അപ്രമാദിത്യം നിലനിർത്തും. ഇപ്പോഴുള്ള 14-ൽ 13 സീറ്റ് എന്ന ഒരു സ്ഥിതിവിശേഷം നിലനിർത്തുവാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഒരു 9-10 സീറ്റെങ്കിലും CPM-ഉം LDF-ഉം നിലനിർത്തും എന്ന് തന്നെയാണ് സ്ഥിതിഗതികളൊക്കെ സൂചിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ UDF-ൻ്റെ പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിലുള്ള ദൗർബല്യം. 2, LDF-ൻ്റെ MLA-മാരെല്ലാം ജനകീയരാണ് എന്നൊരു പ്രത്യേകത. പ്രത്യേകിച്ചും വർക്കലയിൽ ജോയി ആണെങ്കിലും അതുപോലെ അരുവിക്കരയിൽ സ്റ്റീഫൻ, ആഴ്സലൻ, നെടുമങ്ങാട് GRN-ൽ മുതലായ എല്ലാ LDF MLA-മാരും ജനകീയരാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ CPM-ന് അങ്ങനെ ഒരു മനോഭാവമല്ലായിരുന്നു. CPM-ൻ്റെ MLA-മാരൊക്കെ മസിൽ പിടുത്തമുള്ള ആളുകളായിരുന്നു. ജനങ്ങളുമായിട്ടൊക്കെ ഇടപഴകുന്നതിൽ വൈമനസ്യമുള്ള ആളുകളായിരുന്നു. കോൺഗ്രസിൻ്റെ MLA-മാരായിരുന്നു ജനകീയരായിരുന്നത്. ഈ CPM-മാരൊക്കെ പണ്ട് വിമർശിക്കുന്നത് പോലെ കല്യാണത്തിലും അതുപോലെ മരിപ്പിലുമൊക്കെ പോകുന്ന ആളുകൾ എന്ന് കോൺഗ്രസിൻ്റെ MLA-മാരെ വിമർശിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതേ പാറ്റേണിൽ തിരുവനന്തപുരം ജില്ലയിലെ LDF-ൻ്റെ MLA-മാരും പോകുന്നുണ്ട്. ജനങ്ങളുമായിട്ട് വലിയൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്ന ഒരു പ്രത്യേകത വെച്ചുകൊണ്ട് തന്നെ LDF-ന് നല്ല പ്രകടനം 2026-ലും തിരുവനന്തപുരം ജില്ലയിൽ പുലർത്തുവാൻ കഴിയും എന്ന് തന്നെയാണ് സ്ഥിതിഗതികളൊക്കെ സൂചിപ്പിക്കുന്നത്. മൂന്നാമതൊരു കാരണം ഒരുപക്ഷെ CPM-ന് അനുകൂലമായി തിരുവനന്തപുരം ജില്ലയിൽ കേന്ദ്രീകരിക്കാൻ പോകുന്ന ഈഴവ വോട്ടുകളാണ്. നമ്മൾ കഴിഞ്ഞ 2 ലോക്സഭാ ഇലക്ഷൻ്റെയും ഒരു പാറ്റേൺ വെച്ച് തിരുവനന്തപുരം ജില്ലയെ നോക്കുകയാണെങ്കിൽ ആ വോട്ടുകൾ ലോക്സഭാ ഇലക്ഷനിൽ BJP-യിലേക്ക് പോകുന്നു. പക്ഷേ നിയമസഭാ ഇലക്ഷനിൽ ആ വോട്ടുകൾ CPM-ലേക്ക് മടങ്ങി വരുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. പ്രത്യേകിച്ചും ആറ്റിങ്ങൽ മണ്ഡലം ഈഴവ മേധാവിത്വമുള്ള ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളോട് നമ്മൾ കണ്ണോടിച്ചാൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ 2019 ലോക്സഭാ ഇലക്ഷനിൽ ശോഭാ സുരേന്ദ്രൻ പിടിച്ച ഒരു വോട്ട് വിഹിതം നിയമസഭയിൽ BJP-ക്ക് നിലനിർത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഈഴവ വോട്ടുകളൊക്കെയും അത് CPM-ലേക്ക് നിയമസഭാ ഇലക്ഷനിൽ മടങ്ങിപ്പോകുന്നു എന്നൊരു സവിശേഷതയുണ്ട്. അങ്ങനെ മടങ്ങിപ്പോയാൽ CPM സീറ്റ് വിഹിതത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒന്നാമതെത്തും. ഇനി BJP-യിലേക്ക് കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് ലഭിച്ച അതേ വോട്ട് വിഹിതം ഈഴവ സമുദായത്തിൻ്റെ ഭാഗത്തു നിന്ന് BJP-യിലേക്ക് പ്രവഹിച്ചാൽ CPM-ന് അത് തിരിച്ചടി ഉണ്ടാക്കും. ആ ഗ്യാപ്പിലൂടെ കോൺഗ്രസ്സിന് വിജയിച്ചു വരുവാൻ കഴിയും, BJP-ക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളിലേക്ക് ഒന്ന് വിശകലനം ചെയ്താൽ അത് കോവളം മണ്ഡലം അത് കോൺഗ്രസ്സിന് ഉറപ്പുള്ള ഒരു മണ്ഡലമായി തന്നെ നിലനിൽക്കുന്നു. അവിടെ ഇപ്രാവശ്യവും വിൻസെൻ്റ് വിജയിക്കുവാൻ തന്നെയാണ് സാധ്യത എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ വിശകലനങ്ങളൊക്കെയും പുറത്തു വരുന്നത്. അതുപോലെ തിരുവനന്തപുരം സെൻട്രലും കോൺഗ്രസ്സിന് സാധ്യതയുള്ള മണ്ഡലമാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള മണ്ഡലങ്ങളെ അപേക്ഷിച്ച് തിരുവനന്തപുരം സെൻട്രലിൽ ക്രൈസ്തവ മുസ്ലിം വോട്ട് ബാങ്കുകൾ വളരെ നിർണായകമാണ്. ആ വോട്ട് ബാങ്കുകൾ UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി സംസ്ഥാനത്തെ മറ്റു ഭാഗങ്ങളിലെന്ന പോലെ കേന്ദ്രീകരിക്കപ്പെടും. അങ്ങനെ അവിടെ UDF സ്ഥാനാർത്ഥി വിജയിക്കും എന്ന് തന്നെയാണ് ഒരു സ്ഥിതിവിശേഷ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അരുവിക്കര എത്തുകയാണെങ്കിൽ അരുവിക്കരയിൽ വയോധികനായ MM ഹസൻ അവിടെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സീറ്റ് താലത്തിൽ വെച്ച് LDF-ന് നൽകുന്നത് പോലെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വട്ടിയൂർക്കാവിലേക്ക് വരികയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ മുരളീധരനായിരിക്കും UDF സ്ഥാനാർത്ഥി. പ്രശാന്ത് മുൻ മേയർ അദ്ദേഹമായിരിക്കും ഇവിടെ LDF സ്ഥാനാർത്ഥി എന്ന് പറയുന്നു. ശ്രീലേഖ IPS ആയിരിക്കും BJP സ്ഥാനാർത്ഥി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ കടുത്തൊരു മത്സരം അവിടെ നടക്കുന്നതിന് സാധ്യതയുണ്ട്. പക്ഷേ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശ്രീലേഖ അവിടെ BJP സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ അവിടെ BJP സ്ഥാനാർത്ഥി ദുർബലമായതുകൊണ്ട് ഒരുപക്ഷേ BJP വോട്ടുകൾ LDF-ലേക്ക് മറിയുവാനുള്ള സാധ്യതയുണ്ട്. കാരണം
സിറ്റിയിലെ ബി ജെ പിക്കാർക്ക് മുരളീധരനോട് ഒരു വല്ലാത്ത ദേഷ്യമുണ്ട്. നേമത്ത് മുരളീധരനാണ് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചതെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീലേഖ വിജയിക്കുവാൻ സാധ്യതയില്ല, സ്വന്തം സ്ഥാനാർത്ഥി ശ്രീലേഖ വിജയിക്കുവാൻ സാധ്യതയില്ല എന്ന് തോന്നിയാൽ ബി ജെ പി RSS വോട്ടുകൾ ഒരുപക്ഷെ അവിടെ മുരളീധരനെതിരായി പ്രശാന്തിന് അനുകൂലമായി വീഴുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ മണ്ഡലത്തിൻ്റെ ഒരു വിജയം പ്രവചിക്കുവാൻ കഴിയുന്നില്ല. പക്ഷേ അവിടെ മുരളീധരന് സാധ്യതയുണ്ട്. നെയ്യാറ്റിൻകരയിൽ വരികയാണെങ്കിൽ അവിടെ എൻ ശക്തൻ അവിടെ സ്ഥാനാർത്ഥിയാകും എന്ന് പറയുന്നു. നിലവിലുള്ള സ്ഥാനാർത്ഥി നിലവിലുള്ള MLA അർസലൻ ജനകീയനാണ്. അതുകൊണ്ട് തന്നെ അവിടെ അട്ടിമറിക്കുള്ള സാധ്യത ഇല്ലാതില്ല. കാരണം എൻ ശക്തൻ നേരത്തെ മന്ത്രിയായിരുന്ന ആളാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളും പ്രതിനിധീകരിച്ചുള്ള MLA ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സാധ്യത നമുക്ക് പറയുവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം, ഒരുപക്ഷെ അട്ടിമറി നടക്കുവാൻ സാധ്യതയുള്ള മറ്റൊരു മണ്ഡലം തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴാണ്. കാരണം അവിടെ 3 പ്രാവശ്യം MLA ആയിരുന്ന ശശിക്ക് ഇത്തവണ CPI സീറ്റ് നൽകുന്നില്ല. അവിടെ മനോജ് P. എടമനയുടെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ സാധ്യത B. അനൂപാണ്. അദ്ദേഹം ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. മാത്രമല്ല നേരത്തെ അദ്ദേഹം ചിറയൻകീഴ് പഞ്ചായത്ത് മെമ്പറായിരുന്നു. മണ്ഡലത്തിനകത്ത് തന്നെയുള്ള ആളാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ UDF വോട്ട് വിഹിതത്തിൽ മുന്നിലെത്തിയിരുന്നു. ജില്ലാ പഞ്ചായത്തിലും അവിടെ UDFന് 2-1 രീതിയിൽ മുൻഗണനയുണ്ട്. അവിടെ UDFന് ശക്തമായ വോട്ട് ലീഡ് കൊടുക്കുവാൻ കഴിയുന്ന മംഗലാപുരം, കഠിനംകുളം പഞ്ചായത്തുകളുണ്ട്. ഒരുപക്ഷെ ചിറയൻകീഴ് ഇപ്രാവശ്യം തിരുവനന്തപുരം ജില്ലയിൽ അട്ടിമറി വിജയം UDF നേടുന്ന ഒരു മണ്ഡലമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ. മറ്റൊന്ന്, വാമനാപുരം മണ്ഡലത്തിൽ അവിടെ സുധീർ ഷാ പാലോട് വരികയാണെങ്കിൽ UDFന് സാധ്യതകളുണ്ട്. കാരണം അവിടുത്തെ ഒരു പ്രത്യേകത വെച്ച് ചില ഇലക്ഷനുകളിലൊക്കെ UDF വളരെ ടൈറ്റ് മത്സരം LDFുമായി നടത്തിയിട്ടുണ്ട്. പക്ഷേ ടോട്ടൽ ഒരു ഇലക്ഷൻ റിസൾട്ട് നോക്കുകയാണെങ്കിൽ വാമനപുരം മണ്ഡലത്തിൽ ആകെ നമ്മൾ ലാസ്റ്റ് 9 തെരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ 9 തെരഞ്ഞെടുപ്പിലും വിജയിച്ചിട്ടുള്ളത് LDF ആണ്. LDFന് 100% വിജയസാധ്യതയുള്ള ആ മണ്ഡലത്തിൽ ഒരുപക്ഷെ സുധീർ ഷാ പാലോട് നിലവിലുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ എത്തുകയാണെങ്കിൽ ഇവിടെ UDFന് വിജയസാധ്യതയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും JSS ആ മണ്ഡലത്തിൽ മത്സരിച്ച 2011-ലും 2006-ലും അവിടെ വലിയ രീതിയിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. LDFുമായിട്ട് നെക്ക് ടു എൻ ഷൈൻ മത്സരിച്ച 2 തെരഞ്ഞെടുപ്പിലും വലിയ വിജയം അവിടെ വലിയ രീതിയിലുള്ള മത്സരം LDFന് കൊടുക്കുവാൻ അവിടെ JSSന് കഴിഞ്ഞിട്ടുണ്ട്. JSS എന്ന പാർട്ടി ഇപ്പോൾ ഇല്ല.